തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തും പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറിയാണ് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞു വന്ന ഈ മനോഹരമായ വീടുകൾ കാണാം. ഈ വീടുകളുടെ ഇടയിലൂടെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാന മൂർത്തിയായ ശ്രീരാമസ്വാമി കിഴക്കോട്ട് ദർശനമായാണ് ഇരിക്കുന്നത്. മറ്റ് ശ്രീരാമക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പട്ടാഭിഷേകം കഴിഞ്ഞിട്ടുള്ള ഭാവത്തിലാണ് ശ്രീരാമനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിനുള്ളിൽ ശ്രീരാമസ്വാമി കൂടാതെ സീതാദേവിയെയും ലക്ഷ്മണനെയും ഹനുമാനെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവരെ കൂടാതെ ഭരത ശത്രുഘ്നന്മാരും പരാശര മുനിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരെ കൂടാതെ ഗണപതി, ശിവൻ, വേട്ടക്കരൻ, തിരുമാന്താംകുന്ന് ഭഗവതി, നാഗദൈവങ്ങൾ എന്നിവരും ഇവിടുത്തെ ഉപദേവതകളാണ്. ഈ ക്ഷേത്രത്തിലെ ആരാധനാക്രമവും ഓരോ ദേവതകൾക്കുള്ള പ്രധാന വഴിപാട് വിവരങ്ങളും കർക്കിടക മാസത്തിൻ്റെ വിശേഷാൽ വഴിപാടുകളും വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വൃക്ഷരാജാവായ അതിമനോഹരമായ ഒരു ആൽമരത്തെ കാണാം. പകൽ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വൃക്ഷരാജാവിൻ്റെ ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് അത്യുത്തമമാണ്. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിൽ ദിവസേന ശിവേലിയും കുംഭത്തിലെ പുണർത നാളിൽ കൊടിയേറി 8 ദിവസത്തെ ഉത്സവവും കേമമായിട്ട് നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ചിറളയം കോവിലകത്തിൻ്റെ ധർമ്മദൈവമായിരുന്നു ഈ ശ്രീരാമസ്വാമി. ഇപ്പോൾ നാട്ടുകാരുടെ കമ്മിറ്റിയിലാണ് ക്ഷേത്രഭരണം. ഈ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ 30 ബുധനാഴ്ചയായ കുചേല ദിനത്തിൽ വിശേഷാൽ അവിൽ വഴിപാടും നടത്തി വരുന്നുണ്ട്. കർക്കിടക മാസം കഴിയുന്നവരെ ദിവസേന ഇവിടെ അന്നദാനം നൽകപ്പെടുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ നേരെ ക്ഷേത്ര കുളക്കടവിലേക്കാണ് പോയത്. നല്ല ചെറിയ പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുന്ന മനോഹരമായൊരു കുളം. തൃപ്രയാറിലെ പോലെ ഇവിടെയും മീനൂട്ട് വഴിപാടായിട്ടുണ്ട്. വെറും 5 രൂപ മാത്രമാണ് മീനൂട്ടിൻ്റെ നിരക്ക്. ഇനി മീനൂട്ട് മറ്റൊരാളുടെ പേരിലാണ് നടത്തുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും നാടും മനസ്സിൽ വിചാരിച്ചിട്ട് മീനൂട്ട് നടത്തുക. മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ അന്നം സ്വീകരിക്കാനെത്തുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രം ഊരാളൻ ഞാൻ തന്നെയാണ്. ഞാനാണ് കാർന്നവരാണ് എപ്പോഴും. അത് ശരി. എങ്ങനെയാ ഇപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്? ഐതിഹ്യമായിട്ടൊന്നുമില്ല. അത് ചെറുളയം തറവാട് ഞങ്ങൾ ശരിക്കും കക്കാട്ട് പട്ടതിരിപ്പാടാണ്. ശരി. ഇവിടെ ഈ ഗണപതിയമ്പലം ഞങ്ങൾ ശരിക്കും തറവാട് അവിടെയാണ്. അത് ശരി. അവിടുന്ന് ഞങ്ങൾ 4 മക്കള് പോകുന്നതാണ്. അവിടുന്ന് ഒന്ന് ചെറുളയം, ചിറ്റഞ്ഞൂര്, കൊമരപുരം, ആനായിക്കര്, അങ്ങനെ പോകുന്നതാണ്. ആനായിക്കര് ഇപ്പം ഇല്ല. ഇപ്പോൾ ചിറ്റഞ്ഞൂരുണ്ട്, ഞങ്ങളുണ്ട്, ഇതുണ്ട്. പിന്നെ 2 പേര് പുറത്താണ്. ഒന്ന് പയ്യൻ ഇവിടെ ഗുരുവായൂർ ഇതില്ല, എന്താണ് ആനക്കോട്ട, മുന്നത്തൂര്, ഒന്ന് എലിയങ്ങാട്. അങ്ങനെ 2 കുടുംബം. ഞങ്ങൾ 6 കുടുംബക്കാരാണ് ആകെ ഉള്ളത്. അതിൽ ചെറുളയാണ് ഇപ്പം ഇത്. മനക്കുളം വേറെയുണ്ട്, അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് താവഴിയിൽ നിന്ന് പോയിട്ടുള്ളതാണ് മനക്കുളം. അതുപോലെ ഇവിടെ കുമരപുരം ഇവിടെ ഉണ്ടെന്ന്, ഇവിടെ ചെറുതുരുത്തിയില്ലേ ആ ഭാഗത്തുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇതായിട്ട് നിൽക്കണം. ഇത് ചെറുത് ഞങ്ങളുടെ അമ്പലമാണ്. ഒരു 1500 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഞങ്ങളുടെ തറവാട്ടിൽ പോകുന്നതിനടുത്തുള്ള അമ്പലമാണ്.
ശ്രീരാമനാണ് പ്രതിഷ്ഠ അവിടെ. പ്രതിഷ്ഠ. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ, ആ. ഒരേ ശ്രീകോവില്ല. ഒരേ ശ്രീകോവില്. അതെ അതെ അതെ. പിന്നെ ഇവര് അന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അതിൽ ശത്രുഘ്നും ലക്ഷ്മണനും ഭരതനും അതിലുണ്ട്. സങ്കല്പത്തിലുണ്ടോ അവിടെ. അപ്പൊ അതൊരു പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കണതാണ്. ഓ ശരി. പട്ടാഭിഷേകമാണല്ലോ. പട്ടാഭിഷേക സങ്കല്പത്തിലുള്ള അമ്പലങ്ങൾ വേറെ എവിടെ ഇല്ല. അധികം ഇല്ല. ഇല്ല. അതെ അതെ അതെ. ഭയങ്കര റെയറാണ്. അതെ, റെയറാണ്. അതാണ് പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കണത്. അപ്പൊ നമ്മള് നാലമ്പലത്തില് പോണതിന് പകരം ഇവിടെ വന്നാലും മതി. അതെ അതെ, സൗകര്യമാണ്. അങ്ങനെ ഇതുണ്ട്, ഐതിഹ്യം ഉണ്ട്. പിന്നെ തിരുവാങ്ങുന്ന അമ്മയുണ്ട്. അതെങ്ങനെയാ വന്നത് അപ്പോ? അത് ഞങ്ങളുടെ അമ്മാവ് ഉണ്ടായിരുന്നു. അമ്മാവ് ഉപാസിച്ചിരുന്ന അത്. ഓ ശരി. അത് ഇവിടെ ഇരുന്നിരുന്നത്. അത് ഞങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചു. ഗണപതി പിന്നെ ഒപ്പുള്ളതാണ്. മുമ്പേ വളരെ ചെറിയ വിഗ്രഹമാണ് അല്ലേ? അത് വിഘ്നേശ്വരനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഓ ശരി. വേട്ടയ്ക്ക് ഞങ്ങൾ പഴുതാനെന്ന് കൊടുന്നോ. പഴുതാനെന്ന് അവിടെ പൂജയൊന്നും ഇല്ലാണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രശ്നം വെച്ചപ്പോ. ഓ ശരി. അത് ഞങ്ങളുടെ കമ്പം തന്നെയായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ അല്ല. അപ്പൊ കൊച്ചിൻ ദേവസ്വം ഏറ്റെടുത്തു. അപ്പൊ അവിടുന്ന് കൊടുന്നതാണത്. അന്ന് അത് ഒരുപാട് കൊല്ലായി വന്നിട്ട് അങ്ങനെ ദിവസമായിട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ട്രസ്റ്റായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യണം. 17 മുതൽ മറ്റു കമ്മിറ്റിക്കാർ 80-ലാണ് കമ്മിറ്റി തുടങ്ങി. അത് പല കമ്മിറ്റിക്കാരും ഒന്നും ശരിയായി പോകില്ല. ഇപ്പൊ ഞങ്ങൾ ട്രസ്റ്റ് ആക്കിയത്. ഇപ്പൊ ഒരു ഇതൊക്കെ ഞങ്ങളിപ്പോ പണിതാ. ഇതൊക്കെ പണിതാണ് എല്ലാം. പിന്നെ അത് കൂടാതെ പരമശിവൻ അല്ലേ? ശിവന്റെ പ്രതിഷ്ഠ ശിവൻ മുമ്പുള്ളതാണ്, വെച്ചിട്ടുള്ള പണ്ടുള്ള തന്നെയാണ്. അത് അകത്ത് ഇരുന്നത്. അത് പുറത്തേക്ക് കൊടുന്നതാണ്. അതിപ്പോ അധികം കാലമായിട്ടില്ല. ഇല്ല, കുറച്ച് കാലമായിട്ടുള്ള 2 കൊല്ലമായിട്ടുള്ളൂ പുറത്തേക്ക്. പിന്നെ രാമായണ മാസം ആവുമ്പോ ബാക്കി പ്രത്യേക രാമായണ വായനയുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കില്ല രാവിലെ. എല്ലാവർക്കും ഉണ്ട്. അതായത് ഓരോരുത്തര് വഴിപാട് സ്പോൺസർ ചെയ്യണമാണ്. കഴിഞ്ഞെല്ലാം 10-40 കിട്ടി. ഇത്തവണയുണ്ട്. എടുത്ത് കഴിഞ്ഞിട്ടും അതുപോലെ പ്രതിഷ്ഠാപനുണ്ട്. അത് മേടമാസത്തില് അല്ല മീനത്തില് ഉണർത്താൻ. അത് ഒന്നുകിൽ കുംഭത്തില് മാർച്ചിൽ അവസാനം വരും, അല്ലെങ്കിൽ ഏപ്രിലിൽ വരും. ഏപ്രിൽ ആദ്യം വരാം. അപ്പൊ അത് നിങ്ങൾ നടത്താറുണ്ട് ഇവിടെ. അന്ന് നിങ്ങൾ പ്രതിഷ്ഠാപനം ഇവിടെ അതിനു മുമ്പേ ജീവസമ ചുറ്റുവിളക്ക് എല്ലാ കൊല്ലവും പതിവുണ്ട്. അത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഓണം 60-62 ഉണ്ടായി. മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങൾ 2 മാസം മുമ്പ് തുടങ്ങുമോ പ്രതിഷ്ഠാപനത്തിൽ കഴിയാൻ. അതും സ്പോൺസർ ചെയ്യണം. അതൊന്നുമല്ല. പിന്നെ മുന്നേ ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. 65 വരെ ഞങ്ങൾ ഉത്സവം നടത്തി. പിന്നെ അത് നിർത്തി. അവസാനത്തെ ഗംഭീരമായിട്ട് നടത്തിയാണ്. വലിയ ഗംഭീരമായിട്ട് 3 ശിവേലിയും ഒക്കെ. ഞാനൊരു ബുക്ക് ശരിക്ക് മഹാക്ഷേത്രം ഉണ്ടല്ലോ, അതിൽ പെട്ടതാണ് ശിവേലിയൊക്കെ ഉണ്ടായിരുന്നു. അതെ ക്ഷേത്രം ഇല്ല, സാധാരണ അമ്പലം പോലെ തന്നെ 3 ശിവേലി ഉണ്ടായിരുന്നു അല്ലേ? ഓ ശരി. ഇനിയിപ്പോ അത് വേണമെന്ന് ആയി തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അത് തന്ത്രി പറഞ്ഞിട്ടുണ്ടോ വേണമെന്നൊക്കെ. ഉത്സവമൊക്കെ തുടങ്ങി. ഇപ്പൊ പിന്നെ ഇപ്പോ രാവിലെ എത്ര പൂജകളപ്പോ ഉള്ളത്? അതൊക്കെ ശരിക്കും പഴയ പോലെ മാറ്റില്ല അല്ലേ? സമയം ത്രികാല പൂജ. ശ്രീരാമന് ത്രികാല പൂജയാണ്. ഭഗവതിക്ക് 2 നേരം പൂജയുണ്ട്. ഗണപതിക്കും വേട്ടക്കാരനൊന്നും പൂജയായിട്ട് പതിവില്ല. ശിവൻ അത് നേദ്യം മാത്രമേ പണ്ടുള്ളൂ. അത്രയും. പിന്നെ ഇവിടെ പ്രധാന വഴിപാട് ഇപ്പോ നിങ്ങൾ പലതും നോക്കിയിട്ടുണ്ട്. അതിലിപ്പോ തന്ത്രി പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. തന്ത്രി പറഞ്ഞാൽ ചെയ്യും. ഇപ്പൊ വാരമുണ്ട്. എല്ലാ മാസവും വാരം നടത്തുന്നുണ്ട്. പിന്നെ വേട്ടക്കാരന് പാനകം അല്ലേ? വേട്ടക്കാരന് പാനകം. പിന്നെ ഒറ്റ ദിവസമുണ്ട് പാനകം. പിന്നെ എല്ലാം 30 തിങ്കളാഴ്ച. പിന്നെ ശിവന് മൃത്യുഞ്ജയ ഹോമം അല്ലേ? കർഹോമം പതിവുണ്ട്. എല്ലാം പതിവുണ്ട്. അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. കുറെ ഉണ്ടായിരുന്നു. ഒക്കെ പിന്നെ മാറ്റി. ആൾക്കാരെ കിട്ടാതെ ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടില്ലേ. ഇവര് ചെയ്യാന്ന് പറഞ്ഞു. ഇവര് നോർത്ത് ഇന്ത്യക്കാരാ. സംസാരിച്ചു. അവർക്ക് അറിയാതെ അവര് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ഇവര് വന്നിട്ട് പിന്നെ ശിവരാത്രിയുടെ അന്ന് എന്താ ഇതുണ്ടായിരുന്നു ശിവന്റെ. രണ്ടുപേരുണ്ടായിരുന്നു. 2 പേർക്കും അറിയാം. അവർ ചെയ്ത് നല്ല വഴിപാട്. അന്ന് നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ മാസം രാമായണ മാസം കഴിഞ്ഞാൽ തിരക്ക് എങ്ങനെയാ? കുറവാണ്.
അല്ല പൊതുവെ കുഴപ്പമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ല, പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിർത്തിയിട്ട് കമ്മിറ്റിയൊക്കെ വെച്ച് നോക്കി, അതൊന്നും രക്ഷ കിട്ടിയില്ല, കമ്മിറ്റിക്കൊന്നും രക്ഷ കിട്ടിയില്ല. ശരി. പിന്നെ അത് നടത്താൻ പറ്റില്ല, ആരും സഹകരിക്കണില്ല. ഞാനാ നടത്തിയിരുന്നു. 82 മുതൽക്ക് ഞാൻ ഇരിക്കണം അവിടെ. ശരി. ഇതിൻ്റെ ഇതിൽ ഇരിക്കണം. എനിക്ക് വയസ്സ് പോയതായി തുടങ്ങി. 88 വയസ്സാണ്. എന്നാലും ഞാൻ ഇപ്പൊ എല്ലാവരും ഒപ്പം നിൽക്കുമ്പോൾ ഞാൻ നിന്നില്ലാത്ത മോശമുണ്ട്. അത് കാരണം ഭരണ പോലെ അല്ല, പറ്റണ പോലെ ചെയ്യാം. ഞാൻ ചെയ്തേന്ന പോലെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഇപ്പതാ ഈ ഇതിനൊക്കെ ഇരിക്കും, അത്യാവശ്യം എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നില്ല. വേറെ ഇവിടെ ഉള്ളത് പിന്നെ മനയാണോ അവിടെ ഉള്ളത്? അതാണിപ്പോ നിങ്ങളുടെ തറവാട്. തറവാട് അതാണ്. ഞാൻ താമസിയുടെ അപ്പുറത്താണ്. അവിടെ ഞങ്ങൾ 10-100 ആൾക്കാരുണ്ടായിരുന്നാണ്. ഇപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ശരി. എല്ലാവരും പോയി. ഒക്കെ ഈ ജോലി ഇവരൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ മരിച്ചു. അവരുടെ മക്കളാണ്, ഒക്കെ ജോലിക്കാരാണ്, പുറത്താണ്. എല്ലാരും പുറത്ത്. പിന്നെ ഇവിടെ നാഗക്കാവുണ്ട് അല്ലേ? നാഗക്കാവ് ഭയങ്കര നല്ല ഭംഗിയുണ്ട്. അതെ. കുറെ കാലത്ത് നാഗരാജാവ്, നാഗമാതാവ് എല്ലാരും ഉണ്ട്. പരിവാരങ്ങളായിട്ട് കരിനാഗം അല്ലേ? വിശേഷമാണ്. എല്ലായിടത്തും എല്ലാ കാവുകളിലും ഇങ്ങനെ കാണില്ല. ഇല്ല. ഇത് ഞങ്ങൾ ചോദിച്ചു മാറ്റാൻ പറ്റുമോ ചോദിച്ചു. മാറ്റണം, അതൊന്നും ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ കയറാനും പറ്റില്ല അല്ലേ? കയറാറില്ല. ഇല്ല. പണ്ട് കയറിയിരുന്നു. അപ്പൊ അശുദ്ധം ആവുണ്ടെന്ന് പറഞ്ഞത്. ശരി. കേറ്റണ്ടാന്ന് വെച്ചു. ഇവിടുന്ന് തൊഴാന്ന് മാത്രം അല്ലേ? അതെ. ആവശ്യമുള്ളൂ. കാവ് അല്ലേ? നല്ല അശുദ്ധാക്കാൻ പാടില്ല. ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി വരട്ടെ, ആൾക്കാർ വരട്ടെ. ഞങ്ങൾ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്. ശരി. പിന്നെ നോട്ടീസ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. വഴിപാട് വരുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബോംബെയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, അവിടുന്നൊക്കെ വരുന്നുണ്ട്. അവരൊന്നും തൊഴാൻ വരുന്നില്ല, പക്ഷെ ഒരു പൈസ അയക്കുന്നുണ്ട്. എല്ലാരും ഇങ്ങനെ വേണം, അതാ വേണ്ടത്. അതെ, എല്ലാരും അതിപ്പോ എല്ലാ ആൾക്കാരും ഈ ദുബായിലുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. തൊഴിൽ പോകുമ്പോ നേരെ കൊടുത്തു പോകും. സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിന് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗുരുവായൂർ ദേവസ്ഥന്റെ അല്ലേ? അല്ല, ഗുരുവായൂർ ദേവസ്ഥന്റെ ഈ നടപ്പ് അവര് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചെയ്യണതൊക്കെ എഴുതി വെക്കണം. അപ്പൊ എല്ലാ കൊല്ലവും ഒരു പൈസ തരുന്നുണ്ട്. മേടിക്കുമ്പോ പൈസ കിട്ടാറുണ്ട്. അപ്പൊ എല്ലാ കൊല്ലം തരുന്നവര് കൊടുക്കാറില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ കൊല്ലം തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പണി അവിടെ ബോട്ട് എഴുതി വെക്കുകയാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പണികൾ നടക്കുന്നുണ്ട്. ഒപ്പം ഞങ്ങൾ പണികൾ നടത്തുന്നുണ്ട്. ഇനി കുറച്ചുകൂടി പണിയുണ്ട്. അവിടെ ഒരു മധുര കെട്ടണം ബാക്കിൽ. അതിന് ആളായിട്ടില്ല, തോട്ടത്തിലില്ല. ഒരു ഉള്ളിൽ കുറച്ച് പണിയുണ്ട്. ഒരു കഴുക്കൂര് പോയിട്ടുണ്ട്, ഉത്തരം പോയിട്ടുണ്ട്. അത് മാറ്റണം. അപ്പോൾ അതിന് മഴ മാറിയിട്ടേ പറ്റുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞിട്ട് വേണം.